ഓണപ്പാട്ടുകളും ഓട്ടൻതുള്ളലുമൊക്കെ നിറഞ്ഞു നിന്ന ആഘോഷങ്ങളുമായി തിരുവോണം കെങ്കേമമാക്കി ബംഗാൾ ഗവർണർ CV ആനന്ദബോസ്. ആലുവയിൽ കുടുംബത്തോടൊപ്പം തന്നെ സഹപ്രവർത്തകരോടും ചേർന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഇത്തവണത്തെ ഓണാഘോഷം. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും വിഭവസമൃദ്ധമായ തിരുവോണ സദ്യയും ഒരുക്കിയിരുന്നു. ഓണം കെങ്കേമമാക്കാതിരിക്കാൻ മലയാളിക്കാകുമോ? നാട്ടിലെത്തി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കുന്നതിനപ്പുറം എന്ത് സന്തോഷം! ബംഗാൾ ഗവർണർ CV ആനന്ദബോസും ഓണാഘോഷത്തിന് 2 ദിവസമായി കേരളത്തിലുണ്ട്. സഹധർമ്മിണി ലക്ഷ്മി ബോസ്, മകൻ വാസുദേവ് ബോസ്, കൊച്ചുമകൻ അദ്വൈത് നായർ എന്നിവർക്കൊപ്പമായിരുന്നു അദ്ദേഹത്തിന്റെ ഓണാഘോഷം. ഒപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥർ അടക്കമുള്ള സഹപ്രവർത്തകരും. ഓണപ്പാട്ടും ഓട്ടംതുള്ളലും ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി. കേരളത്തിലെ എല്ലാ സഹോദരന്മാർക്കും എൻ്റെ സ്വന്തം പേരിലും ബംഗാൾ ജനതയുടെ പേരിലും ഹൃദ്യമായ ഓണാശംസകൾ നേരുകയാണ്. മഹാബലി ഒരസുര ചക്രവർത്തിയായിരുന്നു. ഒരസുരന് നിശ്ചയദാർഢ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അച്ഛൻ തൻ്റെ പരിമിതികൾ അതിജീവിച്ച് കാണണമെന്നും ദേവഗുണങ്ങൾ ഏറ്റെടുക്കാൻ കഴിയും എന്ന് തെളിയിച്ച ഒരു മഹത് വ്യക്തിത്വമാണ് മഹാബലിയുടേത്. ലോകത്തെ മുഴുവൻ വസുദൈവ കുടുംബകം എന്നുള്ള മഹത്തായ ആദർശം ലോകം മുഴുവൻ വിന്യസിക്കാൻ മഹാബലി മലയാളികൾ പ്രേരകമാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഓണം ഒരിക്കലും നിലക്കാത്ത നിലയിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരവസരത്തിൽ മറ്റൊരവസരത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ചെറുപ്പം മുതലേ ഓട്ടംതുള്ളൽ പ്രേമിയായ CV ആനന്ദബോസിനായി ഓട്ടംതുള്ളൽ അവതരിപ്പിച്ച് കലാകാരൻ. ഓട്ടംതുള്ളലിനോടുള്ള ഇഷ്ടക്കൂടുതലിനെ പറ്റി ചോദിച്ചപ്പോൾ ഓട്ടംതുള്ളലിലെ എന്ന പോലെ നർമ്മം നിറഞ്ഞ മറുപടിയും. ചെറുപ്പകാലത്ത് എൻ്റെ അച്ഛൻ എന്നെക്കൊണ്ട് 60 തുള്ളൽ കഥകൾ എന്ന പുസ്തകം വായിപ്പിക്കുമായിരുന്നു. അന്ന് എൻ്റെ മനസ്സിലാകെ ഉണ്ടായിരുന്നത് എനിക്ക് എന്തെങ്കിലും ഒരു നല്ല ഓട്ടംതുള്ളക്കാരനാകാൻ കഴിയണം എന്നുള്ളതാണ്. ഇപ്പോഴും ജീവിതത്തിൽ ഞാൻ ഓട്ടംതുള്ളൽ തന്നെയാണ്. ചിലരോടൊക്കെ നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ, നീ അങ്ങ് മാറിക്കിടക്കടാ എന്ന് പറയാറുണ്ട്. ചിലരുടെയൊക്കെ അവസാനം ഒടിയുന്ന എന്തുടോ ഭീമ ഗതയോ നിന്നുടെ വാല എന്നും ചോദിക്കാറുണ്ട്. ഓട്ടംതുള്ളൽ ഒരു സാമൂഹ്യ വിമർശനമാണ്. എക്കാലത്തേക്കും അതിന് പ്രസക്തിയുണ്ട്. കലാപരിപാടികൾ ആസ്വദിച്ച ശേഷം വിഭവസമൃദ്ധമായ തിരുവോണ സദ്യ കുടുംബത്തിനൊപ്പം. ഓണാഘോഷങ്ങൾക്ക് ശേഷം അദ്ദേഹം നാളെ കേരളത്തിൽ നിന്നും മടങ്ങും. ജനം, കൊച്ചി.